ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മൊവാവി എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബേസിക്കലി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എഫക്ട്സും ഒരുപാട് ട്രാൻസിഷൻസും ഒരുപാട് പ്രീസെറ്റ്സും അടങ്ങിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും. ഇപ്പോൾ ബ്ലോഗറാണെന്ന് വിചാരിക്കട്ടെ, അതേപോലെ തന്നെ ഒരു യൂട്യൂബറാണെന്ന് വിചാരിക്കട്ടെ, നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൊവാവി എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. സോ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇതിൽ മുകളിലായിട്ട് തന്നെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫയൽസ് എല്ലാം ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാണ്. ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ഫയൽസ് എല്ലാം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ടൈം ലൈനിലോട്ട് ഇടുകയാണ്. ഓക്കെ, സോ നമ്മുടെ ടൈം ലൈനിലോട്ട് ഇട്ടപ്പോൾ കറക്റ്റ് ആ ഒരു വീഡിയോ നമ്മുടെ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ടൂൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മുകളിലായിട്ട് തന്നെ 1, 2, 3, 4, 5, 6 ടൂൾസാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് ടൂൾസിലാണ് നമ്മുടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ മീഡിയ ബിൻ. ഫയൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാനുള്ളതാണ്. മീഡിയ ബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഒരു ബിന്നിൽ വന്ന് കിടക്കും. ജസ്റ്റ് ഇതിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ പ്രൊജക്റ്റിൽ കാണിക്കുള്ളൂ. ഓക്കെ, പിന്നെ സൗണ്ട്സ് ആണ്. സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗണ്ട് എഫക്ട്സ് ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ബീപ്പ് ബോ, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെ മ്യൂസിക്സ് ആണ്, ഒരുപാട് മ്യൂസിക്സ് ഉണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള അടിപൊളി മ്യൂസിക്സ് ആവും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗറും യൂട്യൂബറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ സാമ്പിൾ വീഡിയോസ് ആണ്. സാമ്പിൾ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റോക്ക് ഫൂട്ടേജസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഫ്ലെയിംസ്, ഇപ്പോൾ തീ പോകുന്നതും പിന്നെ മണിയുടെ കൗണ്ട് ഡൗൺ ചെയ്യും, ജസ്റ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇടുക. കണ്ടോ, ഇതാണ് ആ ഒരു വീഡിയോ. ജസ്റ്റ് ഒരു മണി ഇടുന്ന വീഡിയോ. അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസും വീഡിയോസും ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ എഫക്റ്റ് പാക്കേജസ് ആണ്. ഒരുപാട് എഫക്റ്റ് പാക്കേജസ് ഉണ്ട്, പക്ഷേ ഇതെല്ലാം പ്രീമിയം യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു കീ കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൂളിലോട്ട് വരാം. രണ്ടാമത്തെ ടൂളിൽ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങളും ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ ഓൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സീസീസ് എന്താണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് സീസീസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഓവർലേസ് ഉണ്ട്. അതേപോലെ തന്നെ നോയ്സ് ആണ്. നോയ്സ് എന്താണെന്ന് വെച്ചാൽ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മാനുവലി ഫോക്കസ് ചെയ്യുന്നത് CC കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു നോയ്സിൽ വരുന്നുണ്ടാവുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് ജസ്റ്റ് ഫിഷായി, ഫ്ലിപ്പ്, മിറർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്നുണ്ടാവുക. പിന്നെ ആർട്ടിസ്റ്റിക് ബ്ലർ, ഒരുപാട് ബ്ലർസ് ഉണ്ടാവും. കളർ ഫിൽറ്റേഴ്സ്, ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, ലൈറ്റ് ലീക്ക്. ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പൂവ്, ലവ് ലെറ്റേഴ്സ്, ബണ്ണീസ്, ബലൂൺസ്. പിന്നെ ലൈറ്റ് ലീക്സ് ആണ്. ഇത് ഒട്ടുമിക്ക എല്ലാവരുടെയും പ്രിയപ്പെട്ട കാര്യങ്ങളാവട്ടെ ഈ ഒരു ലൈറ്റ് ലീക്കെല്ലാം. ഞാനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എന്തായാലും ഈ ലൈറ്റ് ലീക്കെല്ലാം നമ്മൾ ഒരു ഓവറലായിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടിപൊളി ലൈറ്റ് ലീക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ലൈറ്റ് ലീക്കാവും. ഇതിപ്പോൾ വിൻഡോസിൽ അല്ലെങ്കിൽ PC മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ലൈറ്റ് ലീക്കെല്ലാം നിങ്ങൾക്കൊരു ഓവറലായിട്ട് നിങ്ങളുടെ വീഡിയോസിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ കൂടി. ഓക്കെ, സോ അതിൻ്റെ ഏർപ്പാട് എന്തായാലും ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. പിന്നെ റെട്രോ സ്റ്റൈൽസിലുള്ള ഒരുപാട് റീസെറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് രണ്ടാമത്തെ ടൂളിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ടൂള് ട്രാൻസിഷൻസ് ആണ് കേട്ടോ. ഒരുപാട് ട്രാൻസിഷൻസ് ആണ് ഈ ഒരു കാര്യങ്ങളിൽ വരുന്നത്. ഇവിടെ തന്നെ കാണാമല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫെയ്ഡ്, ബ്ലർ, സർക്കിള്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസാണ് ഈ ഒരു ട്രാൻസിഷനിലെല്ലാം വരുന്നത്. അത് നമുക്ക് നോക്കാം. പിന്നെ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ഞാൻ പിന്നെ മാനുവലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റിനും പിന്നെ ഈ ഒരു ടെക്സ്റ്റിനും ഓവർലേസിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വീഡിയോസ് എല്ലാം ഈ ഒരു പാനലിലാണ് വരിക. ഇങ്ങനത്തെ ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു പാനലിലാണ് വരിക. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത്രേ വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ മാറ്റിയിട്ട് MM77 എന്ന് കൊടുക്കുകയാണ്. 77. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതിനുശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അത്രേ വരുന്നുള്ളൂ. എന്നിട്ട് പ്ലേ ചെയ്താൽ കറക്റ്റ് അതിങ്ങനെ ഒരു
ഒരു സ്റ്റൈലിൽ, അതായത് ഒരു പ്രീസെറ്റ് പോലെ നിങ്ങൾക്കത് വരും. ഓക്കെ, പിന്നെ ഉള്ളത് സ്റ്റിക്കേഴ്സാണ്. ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ആറാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ CC വരുന്നുണ്ട്, ക്രോപ്പ്, റൊട്ടേറ്റ്, പൊസിഷൻ, പാൻ ആൻഡ് സൂം, സ്റ്റെബിലൈസേഷൻ. ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതിനുള്ള ടൂൾസൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അലൈറ്റ് മോഷൻ യൂസേഴ്സ് ആണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. അതായത് ഈ ഒരു പൊസിഷൻ, പാൻ ആൻഡ് സൂം, സ്റ്റെബിലൈസേഷൻ, ആനിമേഷൻ, ഹൈലൈറ്റ്സ് ആൻഡ് കൺസോൾ, ക്രോമാക്കി എന്താണെന്നുള്ളത് കൈൻ മാസ്റ്റർ യൂസേഴ്സിന് വരെ അറിയുന്നുണ്ടാവും. പിന്നെ സീൻ ഡിറ്റക്ഷൻ, ലോഗോ, സ്ലോ മോഷൻ പൊതുവെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൂളിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഞാൻ ഇങ്ങോട്ട് തന്നെ വരികയാണ്. അതിനുശേഷം ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് പാനൽ, അതായത് നമ്മുടെ പ്രിവ്യൂ പാനലാണിത്. നമ്മൾ ചെയ്ത് വെച്ച എഡിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു വീഡിയോ കട്ട് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, ട്രിം ചെയ്യാം, ബീറ്റ്സ് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടൂൾസ് കാണാൻ പറ്റും. ഇത് രണ്ടും അൺടു റീഡും ചെയ്യാനുള്ള ടൂൾസാണ്. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ടൂൾസാണ്. ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെയും ക്ലിക്ക് ചെയ്യാം, കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ ഈ ഒരു ടൈം ലൈൻ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ജസ്റ്റ് കട്ട് ചെയ്യാം. സോ നമുക്ക് 2 പാർട്ടായിട്ട് ആ ഒരു വീഡിയോ കിട്ടും. ഓക്കെ, സോ അതാണ് കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. കണ്ടോ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. ആദ്യമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇത് ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോ ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് കളർ കറക്ഷൻസ്, അതായത് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള ഒരു ലെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അതിനുശേഷം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു കളർ ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അതിനുശേഷം പിന്നെ ഇതെന്ന് പറയുന്നത് ക്ലിപ്പ് പ്രോപ്പർട്ടീസാണ്. അതായത് വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതും സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതും ഫെയ്ഡിനാണ് വേണ്ടത്. അതായത് ഈ ഒരു ഭാഗത്ത് ഫെയ്ഡിൻ വേണോ ഫെയ്ഡിനോട്ട് വേണോ എന്നുള്ളതൊക്കെ നോക്കാനുള്ളതാണ് ഈ ഒരു ലെയർ. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടൂൾ ഇതിൽ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ നിങ്ങളുടെ ഈ ഒരു മൗസിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് ജസ്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. അതായത് ട്രാൻസിഷൻ വിസാർഡ് എന്നാണ് ഈ ഒരു ടൂളിൻ്റെ പേര്. ആഡ് ട്രാൻസിഷൻസ് ടു ഓൾ ക്ലിപ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നിങ്ങൾ വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ എവിടേക്കോ കട്ട് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഒരു ട്രാൻസിഷൻ വരും. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ടൂളാണ്. നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ വീഡിയോസിനെല്ലാം. സോ അത്രേ വരുന്നുള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് വരും. പ്ലേ ആൻഡ് പൗസ്, ഹൈഡ്, ക്ലിപ്പ്, ടൂൾസ്, സ്പ്ലിറ്റ്. അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് Ctrl+B. ഇനി ജസ്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ. ഒരു ലെയർ സെലക്ട് ചെയ്യുക, Ctrl+B സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ട്രിം ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂള് മാത്രമല്ല, ജസ്റ്റ് Ctrl+B ക്ലിക്ക് ചെയ്താലും കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ മെയിനായിട്ട് തന്നെ നോക്കാനുള്ളത്? ഇനി ഒന്നും മെയിനായിട്ട് നോക്കാനൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇവിടെ ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചോ, അതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രയൽ വേർഷനും ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ട്രയൽ വേർഷനാണ്. നിങ്ങൾക്ക് പ്രീമിയം ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്ടിവേഷൻ കീ ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ബൈ ആക്ടിവേഷൻ കീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാനുള്ളൊരു ലിങ്കിലോട്ട് പോകും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഓപ്ഷൻസാണ് വരുന്നത്. 1899 ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ 2999 ഒരു പ്ലാൻ ഉണ്ട്. 2599 ഒരു പ്ലാൻ ഉണ്ട്. സോ ബെസ്റ്റ് സെല്ലറായിട്ട് വരുന്നത് ഇത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബൈ നൗ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾക്ക് പേപ്പാൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും, രൂപേ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും, വിസ കാർഡ്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രേ വരുന്നുള്ളൂ. ജസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളിൽ പൈസ ഇല്ലയെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ വേർഷൻ യൂസ് ചെയ്യാൻ പറ്റും.
സേവ് ഇൻ ട്രയൽ വേർഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് മ്യൂസിക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഐഫോൺ ആണോ ഐപാഡിനാണോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രീസെറ്റ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രീസെറ്റ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മൂവിലാണോ അല്ലെങ്കിൽ MP4 സാധാരണ എല്ലാവരും MP4 എക്സ്പോർട്ട് ചെയ്യാറ്. സോ നിങ്ങളത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ പോയിട്ട് ഇത് സേവ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ബ്രൗസറിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ഇവിടെ ആവും സേവ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ക്വാളിറ്റിയാണ്. ഡ്രാഫ്റ്റ് ഉണ്ടാവും, ഗുഡും ഉണ്ടാവും, ഹൈയും ഉണ്ടാവും. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ തന്നെയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഹൈ സെലക്ട് ചെയ്യുക. അതിനുശേഷം റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാനുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആയിട്ട് വരും. ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മൊവാവി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.